ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കണേ. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇന്ന് കുറച്ച് അടുക്കള കാര്യങ്ങളും എല്ലാം തന്നെയാണ് കേട്ടോ. ചെറുതായിട്ടുള്ള ഒരു കുക്കിങ്ങൊക്കെയാണ് ഇന്ന്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസമൊക്കെ തുടങ്ങി. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചോറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് ഉപ്പേരിയാണ് കേട്ടോ ഇന്ന് വെക്കുന്നത്. അപ്പോൾ മോൾക്ക് കൊടുത്തു വയ്ക്കണം. അവൾക്ക് പിന്നെ ചാറൊന്നും ആവശ്യമില്ല കേട്ടോ. എന്തെങ്കിലും ഉപ്പേരിയോ ചോറ് എന്തെങ്കിലും ഉണ്ടായാൽ മതി. മോരുണ്ടെങ്കിൽ മോരും മതി കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ബീട്രൂട്ടാണ് കേട്ടോ ഉപ്പേരി വെക്കാൻ പോകുന്നത്. അപ്പോൾ 3 വലിയ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ബീട്രൂട്ട് എല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പച്ചമുളക് ഇട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നമ്മളിങ്ങനെ നൈസായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ആവിയിൽ തന്നെ അത് വെന്തോളും. നൈസായിട്ടല്ലേ അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ വേവും കേട്ടോ. പിന്നെ ഞാൻ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലേക്കും ഉച്ചത്തേക്കും ഉള്ള സാമ്പാറാണ് കേട്ടോ അത്. അപ്പോൾ വെണ്ടയ്ക്ക സാമ്പാറാണ്. വെണ്ടയ്ക്കും ഉരുളക്കിഴങ്ങും പിന്നെ തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ. അപ്പോൾ രാവിലെ ദോശയ്ക്കും ആയി, അതുപോലെ ഉച്ചയ്ക്ക് ചോറിനും ആയി. അപ്പോൾ ഉപ്പേരി ആവണമുണ്ട് കേട്ടോ. ബീട്രൂട്ട് ഉപ്പേരി ആയിക്കൊണ്ടിരിക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയിടണം കേട്ടോ. ലൈറ്റായിട്ട് ബീട്രൂട്ടിൽ ലൈറ്റായിട്ട് തേങ്ങ ചിരകിയിട്ടാൽ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്തിരി തേങ്ങ ചിരകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ബീട്രൂട്ടിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ബീട്രൂട്ട് ഉപ്പേരി ആയിട്ടുണ്ട്. സാമ്പാറൊക്കെ വെച്ച് കഴിഞ്ഞു. സാമ്പാറൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഇടയിൽ അതൊക്കെ ഒന്ന് കഴുകി വെക്കാൻ വിചാരിച്ചു. പിന്നെ മോൾക്ക് ഇന്ന് സ്കൂളിൽ പോകണമല്ലോ. മോൾക്ക് അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ വന്നിട്ട് പിന്നെ അവളുടെ യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്ന് കുറച്ച് പണികളൊക്കെ ഒന്ന് നേരത്തെ കഴിഞ്ഞ പോലെയാണ് കേട്ടോ. ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചതുകൊണ്ട് തന്നെ പണികളൊക്കെ ഇത്തിരി നേരത്തെ കഴിഞ്ഞ പോലെ തോന്നി. അപ്പോൾ പാത്രം കഴുകാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രമൊക്കെ കഴുകി വെച്ചു. പിന്നെ ഇതാ ബീട്രൂട്ട് ഉപ്പേരി, നമുക്ക് ഉച്ചയ്ക്കുള്ള ബീട്രൂട്ട് ഉപ്പേരി ഇതാ സാമ്പാറും തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ദോശയ്ക്കും പിന്നെ ചോറിനുള്ള സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് സാമ്പാർ പൊടി ഇട്ടു കേട്ടോ. അപ്പോൾ ഒരു നല്ല മണത്തിന് വേണ്ടിയിട്ട് തേങ്ങയൊന്നും അരച്ചൊഴിച്ചില്ല കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് കണ്ണം ചേച്ചിക്കുള്ള ദോശയാണ് കേട്ടോ. അല്ല സോറി, മോൾക്ക് തന്നെയാണ് കേട്ടോ. അരിദോശയാണ്. അപ്പോൾ മോൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി പിന്നെ കണ്ണം ചേച്ചിക്കും ദോശ ഉണ്ടാക്കി വെച്ചു. പിന്നെ അതിന് ശേഷം അടുക്കള ക്ലീനിങ് പണിയുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അടുക്കള അങ്ങനെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ വേഗം പാത്രങ്ങളെല്ലാം ആദ്യം ഒന്ന് സിങ്കിലിട്ടിട്ട് കഴുകാനുള്ള പാത്രങ്ങളെല്ലാം ഒന്ന് സിങ്കിലിട്ടിട്ട് എല്ലാം അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഉച്ചയായപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ട്, സാമ്പാറും ഉണ്ട്. പിന്നെ എനിക്കില്ലേ ഈ ചെറുള്ളി അല്ല സവാള, ഏതായാലും കുഴപ്പമില്ല, ഉള്ളിയും പച്ചമുളകും പുളിയും ഉപ്പും പിന്നെ എണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എനിക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ ഇന്ന് എനിക്ക് കഴിക്കാൻ തോന്നിയപ്പോൾ ഞാനത് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ.
പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ഷോപ്പിൽ വന്നു കേട്ടോ. ഷോപ്പിൽ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നല്ല തണുത്ത ക്ലൈമറ്റൊക്കെ ആയിരുന്നു കേട്ടോ. വെയിലുണ്ടെങ്കിലും ഒരു തണുത്ത ക്ലൈമറ്റൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ അടിച്ചു വാരി തുടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിച്ചു വാരി കഴിഞ്ഞ് തുടയ്ക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ വീഡിയോ എടുക്കണമല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ എല്ലാവിടെയും തുടയ്ക്കുകയാണ് കേട്ടോ. എല്ലാവിടെയും അടിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതപ്പോൾ ഹാളാണ് കേട്ടോ. അപ്പോൾ ഹാളിലൊക്കെ തുടച്ച് കഴിഞ്ഞു. പിന്നെ അതവിടെ സ്റ്റെപ്പിൽ കേട്ടോ. കണ്ണമ്മ ചേച്ചി ഷോപ്പിലിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമയം വൈകുന്നേരമാണ്, 3:30 തോന്നുന്നു. 3:30 കേട്ടോ സമയം. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാവിടെയും അടിച്ച് തുടച്ചു. അപ്പോൾ ക്ലീനിങ് പണികളൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. ഡെയിലി ഒന്നും തുടയ്ക്കില്ല കേട്ടോ. ഡെയിലി തുടയ്ക്കാറില്ല. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമൊക്കെ തുടയ്ക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് തുടയ്ക്കുകയാണ്. അപ്പോൾ എല്ലാവിടെയും റൂം എല്ലാവിടെയും ഒന്ന് തുടച്ച് വിടാമെന്ന് വിചാരിച്ചു. പിന്നെ തുണികളൊക്കെ കുറച്ച് മടക്കാനുണ്ട് കേട്ടോ. അത് ആ ബെഡിൽ കണ്ടില്ലേ കുറേ തുണികളൊക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കാനുണ്ട്. അപ്പോൾ അടിച്ച് വാരി തുടച്ച ശേഷം അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തുടച്ച് കഴിഞ്ഞു. അപ്പോൾ എല്ലാവിടെയും തുടച്ച് കഴിഞ്ഞു. പിന്നെ ഞാനിത് അവിടെ സാരിയൊക്കെ ഉണ്ട് കേട്ടോ. സാരിയും പിന്നെ ചുരിദാർ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ സാരി റെഡി ടു വെയർ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഞൊറിയില്ലേ, ഫ്രണ്ടിൽ ഞൊറി എടുക്കില്ലേ, അതൊക്കെ സെറ്റാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ജസ്റ്റ് നമുക്കിങ്ങനെ ഉടുത്താൽ മതി. ഫ്രണ്ടിൽ ഞൊറി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു സാരിയാണ്. ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. ഞാൻ കൂടുതലും ഉടുക്കുന്നത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ സാരി എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഇതാണ് ഉടുക്കാൻ തോന്നുന്നത് കേട്ടോ. അങ്ങനത്തെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. പിന്നെ അത് ചുരിദാർ കേട്ടോ. അപ്പം എന്നാൽ ഞാൻ ഫംഗ്ഷന് പോകുമ്പോൾ ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കണം. അപ്പോൾ അതൊക്കെ മടക്കി അലമാരിയിൽ വെക്കണം കേട്ടോ. കുറേ തുണികളുണ്ടായിരുന്നു. പിന്നെ മോള് വന്നിട്ടില്ല കേട്ടോ. മോള് വന്നിട്ടില്ല സ്കൂൾ വിട്ടിട്ട്. അപ്പോൾ അവൾ വരുമ്പോഴേക്കും അടിച്ചു വാരിയൊക്കെ തുടച്ച് കഴിഞ്ഞു. ഇനി അവൾക്ക് വന്നിട്ട് എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. മാവാണെങ്കിൽ അരച്ചത് കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി പഴം ഉണ്ടായിരുന്നു, ഇന്നലെ വാങ്ങിച്ച് വെച്ച പഴമുണ്ട്. അപ്പോൾ അത് വേവിച്ച് കൊടുക്കണം. പിന്നെ ബ്രെഡും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നലെ അത് തന്നെയാണ് കഴിച്ചത്. ഇനി എന്നും കഴിക്കുമോ എന്തോ. എന്തായാലും വന്നിട്ട് പറയണം. മാവില്ല അപ്പോൾ തന്നെ ഒന്നും കൂടി കഴിക്കുമെന്ന് പറഞ്ഞിട്ട് പറയണം കേട്ടോ. സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ ഭയങ്കര വിശപ്പായിട്ട് വരികയായിരിക്കുമല്ലോ. ഉച്ചയ്ക്കാണെങ്കിൽ കൊടുത്തയച്ചത് മുഴുവൻ കഴിക്കാറുമില്ല കേട്ടോ. സ്കൂളിലേക്ക് കൊടുത്തയച്ച ഫുഡില്ലേ അങ്ങനെ മുഴുവൻ കഴിക്കില്ല, ബാക്കി അങ്ങനെ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ വൈകുന്നേരം വരുമ്പോൾ തന്നെ ഭയങ്കര വിശപ്പായിട്ടാണ് വരിക ആൾ. പിന്നെ അതാ മോളൊക്കെ വന്നിട്ട് പിന്നെ പാല് വന്നു. പിന്നെ മോൾക്ക് ഇതാ പാല് കാച്ചി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി പാല് കുടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് നിർബന്ധിച്ചിട്ട് ഇതാ കൊടുക്കുകയാണ് കേട്ടോ പാല്. മോളാണ് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചായയും വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അവൾക്ക് പാലൊക്കെ കാച്ചി കൊടുത്തു. പിന്നെ ഞാൻ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ചായയൊക്കെ വെച്ചു. എനിക്കും കണ്ണമ്മ ചേച്ചിക്കും മാത്രമാണ് കേട്ടോ. പിന്നെ മോള് പിന്നെ എപ്പോഴും കുടിക്കാറില്ല ചായയും കാപ്പിയൊന്നും. കാപ്പി വല്ലപ്പോഴും കുടിക്കും, എപ്പോഴെങ്കിലും തന്നെ കേട്ടോ. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ചായയൊക്കെ വെച്ചു. പിന്നെ ബ്രെഡ് ഉണ്ട് പറഞ്ഞില്ലേ, ഒരു 4 ബ്രെഡ് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ വാങ്ങിച്ചത്. അപ്പോൾ അതൊന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് ചൂടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു മുത്തശ്ശി വിൽക്കാൻ വന്നതാണ്. അവരുടെ വീട്ടിൽ നിറയെ പശുക്കളൊക്കെ ഉണ്ട് പറഞ്ഞില്ല. അപ്പോൾ ഒറിജിനൽ നെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ പോലെ അങ്ങനെ കുത്തണ മണം അങ്ങനെയൊന്നുമില്ല, നോർമൽ നല്ല മണമൊക്കെ ഉണ്ട്. അതിൽ കടയിൽ വാങ്ങിക്കണ അങ്ങനെ കുത്തണ മണമൊന്നുമില്ല കേട്ടോ. നോർമലായിട്ടുള്ള മണമുള്ളൂ, ആർട്ടിഫിഷ്യലായിട്ടുള്ള മണമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നെയ്യൊക്കെ തേച്ച് ബ്രെഡൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. 4 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബ്രെഡ് റോസ്റ്റ്. അപ്പോൾ ഇന്നലെ ബ്രെഡ് ഓംലേറ്റാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്കിത് നല്ല ഇഷ്ടമാണ് കേട്ടോ ബ്രെഡ് റോസ്റ്റ്. മോൾക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല, പിന്നെ ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അത് റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ബ്രെഡൊക്കെ. പിന്നെ അതാ കണ്ണമ്മ ചേച്ചി ഇതാ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്, ഹാളിലിരിക്കുന്നു. മോളും 2 പേരും കൂടി ഹാളിൽ ഇരുന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പിന്നെ ഷോപ്പിലായിരുന്നു, പിന്നെ ഇടയിലൊന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ് കേട്ടോ. പിന്നെ മോള് നൂഡിൽസ് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അവൾക്ക് നൈറ്റ് നൂഡിൽസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി അടുത്ത് കടയുണ്ടല്ലോ, അപ്പോൾ അവിടെ പോയിട്ട് നൂഡിൽസൊക്കെ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ നൂഡിൽസൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇതാ നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 ഇട്ടു കേട്ടോ. അപ്പോൾ ബാക്കി കുറച്ച് എനിക്കും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് 2 ഇട്ടുണ്ട് കേട്ടോ. കാരണം ചേച്ചിക്ക് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് 2 മോള് കഴിച്ചിട്ട് ബാക്കി കുറച്ച് വെച്ചാൽ എനിക്കും കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് 2 ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ.
അവൾ ഫുള്ളായിട്ട് കഴിക്കില്ല. പിന്നെ കടയിൽ പോയപ്പോൾ എന്താണെന്നറിയോ, ലെമൺ സോഡയില്ലേ, നാരങ്ങ സോഡ വേണം പറഞ്ഞു മോള്. അപ്പോൾ സോഡ വാങ്ങിയിട്ട് വന്നിട്ട് സോഡയും നാരങ്ങയും വാങ്ങിയിട്ട് വന്നു. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഉപ്പിട്ടിട്ട് നാരങ്ങ സോഡ ഉണ്ടാക്കുകയാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എനിക്കും ഇഷ്ടമാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. ഇടയ്ക്കൊക്കെ വാങ്ങിക്കും അതുപോലെ നാരങ്ങ സോഡ എപ്പോഴെങ്കിലും കുടിക്കാറുണ്ട്. 10 രൂപയുടെ ബോട്ടിലാണ് കേട്ടോ സോഡ. അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് അത് കുടിക്കുമ്പോഴേ ഭയങ്കര നല്ല രസമാണ് കേട്ടോ, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി അതൊക്കെ കുടിച്ചു. പിന്നെ നൂഡിൽസൊക്കെ അതാ വെന്തു കേട്ടോ. അപ്പോഴേക്കും നൂഡിൽസൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു കസ്റ്റമർ വന്നപ്പോൾ ഞാൻ ഇടയിൽ പോയി കേട്ടോ. അത് ഒത്തിരി കമ്മിയാക്കി വെച്ചിട്ടാണ് പോയത്, കുറച്ച് അടിപ്പിടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ അതൊന്നും ഞാൻ വീഡിയോയിലെടുത്തില്ല. പിന്നെ മോള് നൂഡിൽസൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ഷോപ്പൊക്കെ അടച്ചു വന്നു കേട്ടോ. പിന്നെ നോക്കുമ്പോൾ കുറച്ച് ചോറുണ്ടായിരുന്നു കേട്ടോ ഉച്ചത്തെ. അപ്പോൾ അത് കളയണ്ട വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ചോറും ബീട്രൂട്ടും പിന്നെ ഉച്ചത്തെ കറി ഉണ്ടല്ലോ സാമ്പാറും കൂട്ടിയിട്ട് ചോറ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ, ഒരിക്കൽ കൂടി പറയുകയാണ്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ. മോള് വീഡിയോ എടുക്കുമ്പോൾ എന്നെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോള് വീട്ടിലുള്ളപ്പോൾ മോളൊക്കെ വീഡിയോ ഒക്കെ എടുത്തരാൻ സഹായിക്കും.